നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ പ്രതീക്ഷിക്കാതെ ചെന്നെത്തുന്ന ചില ഇടങ്ങളുണ്ട്. നമ്മളെ വളരെ മനോഹരമാക്കുന്ന, പൂർണ്ണമാക്കുന്ന ചില ഇടങ്ങൾ. തിരുവള്ളല്ലൂർ ശിവക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനും ദേശീയപാതയിലെ കല്ലമ്പലത്തിനും ഇടയിലായി സമദൂരത്തിൽ വെള്ളല്ലൂർ എന്ന കൊച്ചു കാർഷിക ഗ്രാമത്തിലാണ് തിരുവള്ളല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു നാലമ്പലത്തിനുള്ളിൽ ശ്രീ മഹാദേവൻ, ശ്രീ മഹാവിഷ്ണു എന്നിവരുടെ പ്രതിഷ്ഠകൾ കാണാം. ആയിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് അനുമാനിക്കാവുന്ന കൃഷ്ണശിലയാൽ നിർമ്മിതമായ 2 വട്ട ശ്രീകോവിലുകളായാണ് ശ്രീ മഹാദേവൻ്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠകളുള്ളത്. കൊല്ലവർഷം 389 കീഴ്പേടൂർ രാജാവായിരുന്ന ശ്രീ രാമൻ കേരളവർമ്മ മഹാരാജാവ് ശിവക്ഷേത്ര പുനർനിർമ്മാണത്തിനു വേണ്ടിയുള്ള വിലയേറിയ കൃഷ്ണശിലകൾ ലഭ്യമാക്കിയതായി കഠിനംകുളം ശിലാശാസനത്തിൽ പറയുന്നു. ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ചുറ്റമ്പല ഭിത്തികളിൽ ചിത്രപ്പണികളോടുകൂടിയ അത്യപൂർവങ്ങളായ ധാരാളം ശില്പവേലകൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ശിവക്ഷേത്രങ്ങളുടെ മുന്നിലും നന്ദികേശൻ്റെ വിഗ്രഹം കാണാറുണ്ട്. പക്ഷേ ഇവിടെ ശിവൻ്റെ വാഹനമായ, അതായത് നന്ദി അഥവാ നന്ദികേശൻ്റെ വിഗ്രഹം ഇവിടെ ഇല്ല എന്നുള്ളൊരു പ്രത്യേകത ഇവിടെയുണ്ട്. ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ വടക്കുഭാഗത്തായി ശിലാശാസനത്തിൽ വട്ടെഴുത്തുകൾ മനോഹരമായി കൊത്തിവച്ചിട്ടുള്ളതായി കാണാം. അതിൽ കൊല്ലവർഷം 389 പുനഃപ്രതിഷ്ഠാ കർമ്മവും ജലദേവതാ തർപ്പണവും നടന്നതായും കീഴ്പേരൂർ രാജാവായിരുന്ന ശ്രീ വീരരാമൻ കേരളവർമ്മയുടെ അഭ്യർത്ഥന പ്രകാരം പനയൂരിലെ കൈതങ്ങാട് കണ്ടൻ നീതി എന്ന രാജാവ് ക്ഷേത്ര പുനർനിർമ്മാണത്തിനു വേണ്ടിയുള്ള ധനം നൽകിയതായും 2 ശ്രീകോവിലുകൾക്കും ആവശ്യമുള്ളതായ പൂജാദ്രവ്യങ്ങൾ തിരുവള്ളൂർ അസംബ്ലിയിലെ പൊതുവാൾ നിർവഹിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകിയതായും വടക്കുഭാഗത്തു കാണുന്ന ഈ വട്ടെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വട്ടശ്രീകോവിലിന് മുമ്പിലായി കാണുന്ന നമസ്കാര മണ്ഡപത്തിൽ അത്യപൂർവമായ ശില്പവിദ്യകളാലും ഒറ്റത്തടിയിൽ തീർത്ത അനേകം ശില്പങ്ങളാലും അലങ്കൃതമാണ് ഈ നമസ്കാര മണ്ഡപം. എല്ലാ വർഷവും ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ക്ഷേത്രത്തിലെ തിരു ഉത്സവം.
ശ്രീ മഹാവിഷ്ണുവിൻ്റെ വട്ട ശ്രീകോവിലിന് മുന്നിലായി കാണുന്ന നമസ്കാര മണ്ഡപത്തിൽ അതിലും അത്യപൂർവമായ ശില്പവിദ്യകളാലും കൂടാതെ അത്യപൂർവമായ ഒറ്റത്തടിയിൽ തീർത്ത നവഗ്രഹങ്ങളുടെ ശില്പങ്ങളാലും അലങ്കൃതമാണ്. കൂടാതെ ഈ ക്ഷേത്രത്തിൽ വലിയൊരു നാമജപ മണ്ഡപവും നമുക്ക് കാണാം. ഇതിൽ നിന്നെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും പഴക്കവും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ ഖനികളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും പഴമയും എല്ലാം ഇടചേരുന്നു. ക്ഷതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യതകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനു വെളിയിലായി യക്ഷിയമ്മയുടെ ഒരു പ്രതിഷ്ഠ കാണാം. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനു വെളിയിലായി 3 ബലിക്കല്ലുകൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ഒന്ന് യക്ഷിയമ്മയുടെ ശ്രീകോവിലിന് മുന്നിലായും, മറ്റൊന്ന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് മുന്നിലും, പിന്നെ ഒന്ന് ശ്രീ മഹാദേവൻ്റെ ശ്രീകോവിലിന് മുമ്പിലായും നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറു ഭാഗത്തുള്ള നാഗർകാവിൽ മോടിയുള്ള നാഗർ രാജാവിൻ്റെയും നാഗയക്ഷിയുടെയും എന്നിവരുടെ പ്രതിഷ്ഠകളും ഉണ്ട്. ഈ മഹാക്ഷേത്രം ഇന്നും അതിൻ്റെ പൈതൃകത്തിൽ, അതിൻ്റെ പഴമയിൽ പുതുമയുടെ മാറാപ്പുകൾ പേറാതെ കാത്തുസൂക്ഷിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.